ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന 1000 കോടി നേടാൻ പോസിബിൾ ആയിട്ടുള്ള 10 മൂവീസിന്റെ ലിസ്റ്റ് നമുക്ക് നോക്കാം. ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് മൂവി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. നമ്മൾ ഇന്നലെ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫസ്റ്റ് പാർട്ടിൽ തലൈവറുടെ ജയിലർ 2ഉം കൽക്കി പാർട്ട് 2ഉം നമ്മുടെ യാഷിന്റെ ടോക്സിക്കും ആനിമൽ പാർക്കും പിന്നെ രാമായണയും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ 5 എണ്ണം ഇതുവരെ നോക്കിയിട്ടുണ്ട്. ബാലൻസ് ഉള്ള 5 എണ്ണം നമുക്ക് നോക്കാം. 5 സലാർ പാർട്ട് 2. നമ്മുടെ റബൽ സ്റ്റാർ പ്രഭാസും രാജുവേട്ടൻ സുഹൃത്തുക്കളായ ഉറ്റ സുഹൃത്തുക്കളായ സിനിമ. സത്യം പറഞ്ഞ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോൾ മിക്സഡ് റിവ്യൂവിനെ കിട്ടിക്കൊണ്ടിരുന്നത്. പ്രശാന്തിൽ KGF 2 എടുത്തു കഴിഞ്ഞിട്ട് അടുത്ത സിനിമ എന്ന് പറഞ്ഞപ്പോൾ സിനിമയ്ക്ക് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. കൂടാതെ പ്രഭാസും പിന്നെ കേരളത്തിൽ നമ്മുടെ രാജുവേട്ടനും. നമ്മുടെ തലപതിയുടെ ലിയോ ഇറങ്ങിയ സമയത്ത് തന്നെയാണ് ഈ സിനിമ ഇറങ്ങിയത്. പക്ഷേ ഡേറ്റിന് ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ലിയോയ്ക്ക് ഒരുപാട് ഫാൻ തിയറീസ് ഒക്കെ വന്നതുപോലെ ഈ സിനിമയ്ക്ക് നല്ലപോലെ ഫാൻ തിയറീസ് ഒക്കെ വന്നായിരുന്നു. നല്ല എക്സ്പെക്ടേഷൻസ് ആയിരുന്നു ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. തിയേറ്ററിൽ എത്തി കഴിയുമ്പോൾ സിനിമയ്ക്ക് മിക്സഡ് റിവ്യൂ ആണ് വന്നുകൊണ്ടിരുന്നത്. കാരണം പലർക്കും അതിന്റെ സ്റ്റോറി കണക്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ പലരും അത് ഡീകോഡ് ചെയ്ത് കണ്ടപ്പോൾ അതിന് ഇമ്പാക്ട് എത്രത്തോളം എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഫസ്റ്റ് പാർട്ടിന് മിക്സഡ് റിവ്യൂ കിട്ടിയെന്ന് പറഞ്ഞാൽ സെക്കൻഡ് പാർട്ടിന് 1000 കോടി കിട്ടിയിരിക്കും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. 4 പുഷ്പ 3. എനിക്ക് ഇതിനെ പറ്റി അഭിപ്രായമൊന്നും പറയാനില്ല. പിന്നെ പറഞ്ഞു പോകുന്നത് നോർത്തിൽ ഹ്യൂജ് ഫാൻ ബേസ് ഈ സിനിമയ്ക്കുണ്ട്. സത്യം പറയണം, പുഷ്പ 2 നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടോ? എന്നോട് വെച്ചാൽ ഞാൻ പറയും ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ലെന്ന്. ആ സിനിമ പോലും ബിസിനസിന്റെ കളക്ഷനുകൾ കൂട്ടിയിട്ട് 2000 CR ആണ് തൂക്കിയത്. അതുകൊണ്ട് തന്നെ പുഷ്പയുടെ തേർഡ് പാർട്ട് നമുക്ക് ദഹിച്ചില്ലെങ്കിൽ പോലും ഇതിനേക്കാളും കളക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്പർ 3 നമ്മുടെ റോക്കി ബായുടെ 3ാം വരവ്. KGF ചാപ്റ്റർ 2 ഉണ്ടാക്കിയ ഓളോന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. സിനിമ ആ ടൈമിൽ ഉണ്ടാക്കിയ ഓളെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. ഇനിയിപ്പോ ടോക്സിക്കിലെ രായ എന്ന് പറയുന്ന ക്യാരക്ടർ എത്രത്തോളം എൻഗേജിങ് അല്ലെങ്കിൽ പവർഫുൾ ആണെന്ന് പറഞ്ഞാലും റോക്കി ബായുടെ തട്ട് താണ് തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ KGF ചാപ്റ്റർ 3 വരുമ്പോൾ സിമ്പിൾ ആയിട്ട് 1000 കോടി തൂക്കിയിരിക്കും. അതും സിമ്പിൾ ആയിട്ട്. നമ്പർ 2 ദുരന്തർ 2. ദുരന്തറൊക്കെ 2ാം സ്ഥാനത്ത് കൊണ്ട് എന്തിനാണ് വെച്ചെന്ന് ചോദിച്ചാൽ 1ാം സ്ഥാനത്തുള്ളത് അത്രയും കിട്ടിയ സാധനം ആയതുകൊണ്ടാണ്. ദുരന്തർ 2 ടോക്സിക്കിന്റെ കൂടെ കൊണ്ട് ക്ലാഷ് വെച്ചിട്ടുണ്ട്. അത് സിനിമയ്ക്ക് പണിയാവുമെന്ന് ചോദിച്ചാൽ ആവാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം എന്ന് പറഞ്ഞാൽ ടോക്സിക് ഒരു ഫ്രഷ് സിനിമയാണ്. പക്ഷേ ദുരന്തറിന്റെ സെക്കൻഡ് പാർട്ടാണ് റിലീസിന് എത്തിക്കുന്നത്. ദുരന്തറിന്റെ ഫസ്റ്റ് പാർട്ടാണ് നല്ല ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എത്രത്തോളം ആണെന്ന് ചോദിച്ചാൽ ടോക്സിക്കിനേക്കാൾ ഒരുപാട് മേളിലാണ്. ഈ 2 സിനിമ ഒന്നിച്ചിറങ്ങുന്നതുകൊണ്ട് ഏത് സിനിമയായിരിക്കും ഫസ്റ്റ് 1000 കോടി തൂക്കുന്നതെന്ന് ചോദിച്ചാൽ ഉറപ്പിച്ച് പറയാൻ ഫസ്റ്റ് 1000 കോടി തൂക്കാൻ പോകുന്നത് ദുരന്തർ 2 തന്നെ ആയിരിക്കും. റീസൺസ് എന്തോന്ന് ചോദിച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ടോക്സിക് ആദ്യം തൂക്കണമെങ്കിൽ ദുരന്തർ വീഴണം. അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് 1000 CR ദുരന്തർ 2 തൂക്കിയിരിക്കും. നമ്പർ 1 വാരണാസി. പലരും ഇത് എക്സ്പെക്ട് ചെയ്ത് പോലും കാണത്തില്ല. പക്ഷേ ഈ പറഞ്ഞ 9 സിനിമയിലും ടോപ്പ് 1 വരാൻ പോകുന്നത് ഈ വാരണാസി തന്നെ ആയിരിക്കും. അതിപ്പോ സ്റ്റോറി വൈസ് ആയാലും കണ്ടന്റ് വൈസ് ആയാലും കളക്ഷൻ വൈസ് ആയാലും ക്വാളിറ്റി വൈസ് ആയാലും ഇത് തന്നെ ആയിരിക്കും ടോപ്പ് 1 വരാൻ പോകുന്നത്. വാരണാസിയെ പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ഹരിബ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. സംഭവം അടിപൊളിയാണ്. നിങ്ങൾ ആ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയാം, എന്നാലും അത് പറഞ്ഞതേ ഉള്ളൂ. ഈ ലിസ്റ്റിലുള്ള 10 സിനിമയും ഞാൻ എന്റെ രീതിയിലാണ് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേറെ രീതിയിലാണെങ്കിൽ അത് താഴെ കമന്റ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ നമ്മുടെ തലപതിയുടെ ജനനായകൻ 1000 കോടി അടിക്കുമെന്ന് ചോദിച്ചാൽ സിനിമ ഇറങ്ങേണ്ടിയിരുന്ന ഡേറ്റിൽ തന്നെ ഇറക്കി ഇട്ടിരുന്നെങ്കിൽ പറയാൻ പറ്റുമായിരുന്നു സിനിമ 1000 കോടി നേടത്തില്ലെന്ന്. പക്ഷെ ഇപ്പൊ ഈ കറണ്ട് സിറ്റുവേഷനിൽ അന്യായ പ്രൊമോഷനാണ് സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മൂവി ടീം ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും സെൻസർ ബോർഡ് വഴി നല്ലപോലെ പ്രൊമോഷൻ ഇതുവരെ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനനായകൻ 1000 കോടി നേടാൻ ചാൻസ് ഉണ്ട്. സിനിമ നേടുമെന്നും അല്ല പറയുന്നത്, ഞാൻ എക്സ്പെക്ടേഷൻ ഉണ്ടാക്കി തരുവല്ല. സിനിമ ഇറങ്ങേണ്ട ടൈമിൽ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നല്ലോ, ആ ഹൈപ്പിനേക്കാൾ ഒരുപാടാണ് ഇപ്പോൾ ഉള്ള സിനിമയ്ക്കുള്ള ഹൈപ്പ്. എന്തെങ്കിലും ആയിട്ട് ഈ തൊലിച്ച് സെൻസർ ബോർഡ് കാരണം നമുക്ക് നമ്മുടെ അണ്ണനെ കാണാൻ വേണ്ടി ഇനി ഈ സമയം എടുക്കും. പക്ഷേ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയ്ക്കൊക്കെ എന്തിനാണ് ആ സെൻസർ ബോർഡ് സെൻസറിംഗ് ഒക്കെ കൊടുത്തേ? ഇതിലൊന്നും നമ്മളൊന്നും കാണത്തില്ലേ? അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ നല്ലത് ചെയ്യാൻ വരുമ്പോൾ അവനൊക്കെ കുരു പൊട്ടുന്നു. ഞാൻ എന്തായാലും ഇനി അതിനെപ്പറ്റി വലുതായിട്ടൊന്നും പറയാൻ പോകുന്നില്ല, ഇല്ലെങ്കിൽ എല്ലാം എന്റെ മണ്ടയ്ക്ക് വന്ന് കയറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.